മുണ്ട് തേക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ, നീ അവിടെ റെഡി ആയിട്ട് നിന്നോ. ഞാൻ ആ കസവും കൊണ്ട് തേച്ചതും കൊണ്ട് ഞാൻ വരുന്നു. നമ്മൾ ഒരുങ്ങി പോകുന്നു, കാറിൽ പോകുന്നു കേട്ടോ. പിന്നെ സുധാകര വരാം സുധാകര. ഞാൻ ഇന്ന് കല്യാണമാണേ അനിയത്തിയുടെ മോടെ. അപ്പൊ അവിടെ പോണം. ഞാനൊരു കസവും മുണ്ട് തേക്കാൻ തന്നില്ല. എന്തേ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എനിക്കിന്ന് കല്യാണത്തിന് പോകണ്ടല്ലേ, 11:30 മുഹൂർത്താണ് അവിടെ. പകരം പച്ചക്കര അച്ഛനുണ്ട്. കസവുമുണ്ട് ഇത് വേണ്ട. ഇതല്ല എനിക്ക് അടയാളം അറിയാം. ഞാൻ അണ്ണാച്ചിയോട് ഇൻസ്റ്റാൾമെന്റിന് മേടിച്ച കസവുമുണ്ടാണ്, അതെനിക്ക് വേണം. ചേട്ടാ അത് തേച്ചിട്ടില്ല, ഇച്ചിരി തിരക്കായി പോയി. അല്ല ഇപ്പൊ തന്നെ വേണോ? നീ വന്നേ. എന്താണ്? നീ കോസ്റ്റ്യൂം കടയിൽ കൊടുക്കുന്നു? ഇല്ല. പിന്നെ എന്റെ മുണ്ടോടെ പോയി. എന്റെ മുണ്ടല്ലേടാ അത്? അല്ലല്ല, നീ കോസ്റ്റ്യൂം അടയിൽ കൊടുക്കുന്നു. നീ കോസ്റ്റ്യൂം അടയിൽ കൊടുക്കണം. അവൻ കണ്ടല്ലറിയാം. അവൻ ഈ മറ്റേ ഈ കഥകളി കളിച്ചിട്ട് ഇങ്ങനെ കൊക്കുകൊണ്ട് ഈ നോട്ട് കൊത്തി എടുക്കല്ലേ, അതിന്റെ പരിപാടിക്ക് പോണവൻ. എനിക്ക് ഇവനെ കാണുമ്പോ അറിയാം. അതെന്നാ ഇടപാടാണ്? ഇതെന്തോ ഇസ്തിരി പെട്ടിയോ? സംഭവിച്ചു പോയി. ചേട്ടാ ഇത് എന്തോ നേട്ടാ, എനിക്ക് നിങ്ങൾ വേണ്ട, ഞാൻ പോവാ. അയ്യോ കൊച്ചെ അങ്ങനെ പറയല്ലേ. അവനെ നിന്നെ കാണാൻ വേണ്ടിട്ട് ഓടി വന്നതാ. അബദ്ധത്തിന് ആ ചൂടുള്ള ഇസ്തിരിപ്പെട്ടി കയറി ഒന്ന് ഇരുന്ന് പോയി, അത്രേ ഉള്ളൂ. അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. ഈ ഇസ്തിരി വെച്ചോണ്ട് ഇയാള് എനിക്ക് വയ്യ. അല്ല മോളെ, ഇസ്തിരി ഇപ്പൊ അങ്ങ് എടുക്കുമല്ലോ. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവൻ ഇവിടെ ഇസ്തിരിപ്പെട്ടി അറിയാതെ ഒന്ന് കയറി ഇരുന്നു. പക്ഷെ വേദന എടുത്തിട്ട് പോലും അവൻ ആശുപത്രി പോകാൻ വന്നില്ല. കാരണം എന്തുകൊണ്ടാ? നീ വരുമ്പോ ഇവിടെ ആള് വേണം. ഏത് വേദന എടുത്താലും വേണ്ടില്ല, എന്റെ പെണ്ണ് വരുമ്പോ ഇവിടെ ആള് വേണമെന്ന് പറഞ്ഞ് അവൻ ആശുപത്രി പോയില്ല. ആ വേദന സഹിച്ചവൻ നിന്നു. അതിൽ എന്ത് മനസ്സിലാക്കണം? അവന്റെ ശരീരത്തെ വേദനയെക്കാളും വലുതാണ് നിന്നോടുള്ള പ്രണയമൊന്ന്. ഇങ്ങനെ ഒരാളെ നിനക്ക് ജന്മത്ത് കിട്ടുവോ? ആണോ ചേട്ടാ? ഇത്രയും വേദന സഹിച്ചിട്ടും എനിക്ക് വേണ്ടിട്ട് ചേട്ടൻ കാത്തു നിന്നില്ലേ? ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഐ ലവ് യു. ഈ സമയത്ത് ദൂരെ എടുത്ത് ഇവൻ വേദന അറിയില്ല. അതാണ് എന്റെ പ്രത്യേകത.